ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സൺഡേയിലത്തെ നോമ്പുതുറയുടെ ആ ഒരു വീഡിയോ അന്ന് ഞാൻ എടുത്തവിട്ട് ഇപ്പോഴാട്ടോ ഇടാൻ സമയം കിട്ടിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ലേറ്റായിട്ടാട്ടോ എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ഞാനും ചേട്ടനും കൂടി ജസ്റ്റ് നെസ്റ്റോയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സൊക്കെ ആഴ്ചയിൽ ഇപ്പോൾ വാങ്ങണമല്ലോ. കാര്യം നോമ്പല്ലേ, ഞാനും ചേട്ടനും നോമ്പായതുകൊണ്ട് തന്നെ ആഴ്ചയിൽ വാങ്ങണം കേട്ടോ. അപ്പം നമ്മൾ ചെന്ന സമയത്ത് നമ്മൾ കരുതി 2 മണിയൊക്കെ ആകുമ്പോൾ വലിയ തിരക്ക് കാണില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. പക്ഷേ അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പം നമ്മളിതാ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ബില്ലാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബില്ലിംഗ് സെക്ഷനിൽ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് സാധനം എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ നിന്ന റോയിൽ പെട്ടെന്ന് കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഫ്ലാറ്റിലെത്തി കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യമേ ഞങ്ങൾ ഓരോ ഐറ്റംസായിട്ട് ഉണ്ടാക്കി മാറ്റി വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ആദ്യം ഷവർമ്മ ആക്കാമെന്ന് വെച്ചു. അപ്പം കുബൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കനും ബാക്കി ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഒരു തട്ടിക്കൂട്ടല്ല, നല്ല അടിപൊളി ഒരു ഷവർമ്മ തന്നെ ആക്കാമെന്ന് വെച്ചു. അങ്ങനെ കെച്ചപ്പും മയണൈസും കാര്യങ്ങളും എല്ലാം ഇട്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ ആക്കി നുള്ളിപ്പിന്നി എടുക്കില്ലേ, അങ്ങനെ ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഷവർമ്മ എനിക്ക് പക്ഷേ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഷവർമ്മ തന്നെയാണ് കേട്ടോ ഇഷ്ടം. അതത്ര ഹെൽത്തി അല്ല, എന്നാലും എന്താ പറയുക, ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ നേരെ കിഴങ്ങാക്കിയിട്ടുണ്ടായിരുന്നു. കിഴങ്ങ് നമ്മുടെ ചീനി എന്ന് പറയത്തില്ല, നമ്മൾ കൊല്ലം സൈഡൊക്കെ ചീനിയതാട്ടോ പറയുന്നത്, ട്രിവാൻഡ്രത്താണ് കിഴങ്ങെന്ന് പറയുന്നത്. അപ്പോൾ അത് എന്നിട്ട് നമ്മൾ കടലമാവൊക്കെ നനച്ച് വെച്ചു, കുഴച്ച് വെച്ചു. ഇപ്പോൾ ഇതും നമ്മുടെ മെയിൻ ഐറ്റം ആയിരിക്കും കേട്ടോ, ഈ സോസേജ്. പിന്നെ ഈ കാബജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കാബജി എനിക്ക് ആദ്യമേ ഒന്നും ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഈ കാബജി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ. അങ്ങനെ അതും അരിഞ്ഞിതാ വെച്ചു. പിന്നെ സമൂസ നമ്മളിത് മറ്റേ സെമി കുക്ക്ഡ് ഉണ്ടല്ലോ, റെഡിമെയ്ഡ്, അതായിരുന്നു മേടിച്ചത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ആദ്യമേ ആ സമൂസ തന്നെ ഫ്രൈ ചെയ്ത് തുടങ്ങാമെന്ന് വെച്ചാൽ അത് തന്നെ ഫ്രൈ ചെയ്തു കേട്ടോ. ഇത് നമ്മൾ ചിക്കനായിരുന്നു എടുത്തത്, പിന്നെ മട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷേ ചിക്കനാണ് കുറച്ചുകൂടി ഇഷ്ടം, മട്ടനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ അന്ന് നമ്മൾ കുറച്ച് ചിക്കനും കുറച്ച് മട്ടനും കൂടി കേട്ടോ ഫ്രൈ ചെയ്തത്. അപ്പം ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കി നമ്മൾ മട്ടൻ ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ അതും മാറ്റി വെച്ചു. അങ്ങനെ സമൂസ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളിത് ആ സോസേജാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഈ സോസേജ് നല്ല കടലമാവിലൊക്കെ ഇങ്ങനെ മുക്കി ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ ഇപ്പോഴാട്ടോ ഇത് ട്രൈ ചെയ്തത്. നോർമലി നമ്മൾ മറ്റേ നോർമൽ കറി ഇണക്കോ ഫ്രൈ ഇണക്കോ ഒക്കെ ആക്കുകയാണ് ചെയ്യാറ്, നമുക്കല്ലാതെ ഈ അപ്പത്തിൻ്റെയും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനൊരു സ്നാക്ക് ഇണക്കാക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. പക്ഷെ ഇത് അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഈ ഒരു നമ്മുടെ കാബജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാബജിയുടെ ഒരു ഭയങ്കര ലവറാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതും ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് അങ്ങനെ ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നാരങ്ങ നമ്മൾ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നാരങ്ങ വെള്ളം മെയിനാണല്ലോ നോമ്പ് തുറയ്ക്ക്. അങ്ങനെ നാരങ്ങ നല്ല പാടുണ്ടായിരുന്നു കേട്ടോ പിഴിയാൻ. പക്ഷേ പിഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ അരിയില്ലാത്ത ടൈപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളെ നമ്മളൊന്ന് ഉറക്കി കിടത്തിയിട്ടായിരുന്നു പരിപാടിയൊക്കെ ചെയ്തു തുടങ്ങിയത്. അങ്ങനെ പിന്നെ അവൾ എഴുന്നേറ്റ് വന്നു. പിന്നെ എൻ്റെ കയ്യിൽ കയറിയാൽ കേട്ടോ. പിന്നെ ഓരോ ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിട്ടും കൂടി കട്ട് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യമേ ആപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആപ്പിളും ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചു. എനിക്കാണെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. എനിക്ക് ഈ സ്നാക്സ് ഐറ്റംസ് ആണ് കേട്ടോ കുറച്ചുകൂടി ഇഷ്ടം. പക്ഷേ നോമ്പ് കാലത്ത് നമ്മൾ ഫ്രൂട്ട്സ് ആണല്ലോ കൂടുതൽ കഴിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നത്. ഇല്ലാതെ ഞാൻ ഈ ഫ്രൂട്ട്സ് തൊട്ടാറേയില്ല. അതിന് അമ്മ എപ്പോഴും എന്നെ വഴക്കുറയുന്ന ഒരു കേസ് ഇതിലേ ഉള്ളൂ, ഫ്രൂട്ട്സ് വാങ്ങിച്ചാൽ കഴിക്കില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കഴിക്കുന്നുണ്ട് കേട്ടോ നോമ്പായിട്ട്. അങ്ങനെ അപ്പം ആപ്പിൾ കട്ട് ചെയ്തു. പിന്നെ ഇത് നല്ല സീഡ്ലെസ് മുന്തിരിയില്ലേ, കുരുവില്ലാത്ത, അതാണ്. അപ്പോൾ അതെനിക്കിഷ്ടം കേട്ടോ, അത് കഴിക്കും. അതും ഒരുപാട് കഴിക്കില്ല. പിന്നെ എൻ്റെ മെയിനായിട്ട് ഇഷ്ടമുള്ള ഈ ഒരു മാങ്ങയാണ് കേട്ടോ. ഈ മാമ്പഴം നമ്മൾ ഇവിടുന്ന് മേടിച്ചതാണ്, പക്ഷേ നാട്ടിലെ മാങ്ങയുടെയാണെങ്കിൽ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വാങ്ങിച്ചതാണ്, വീണ്ടും വാങ്ങിയതാണ്. പിന്നെ തണ്ണിമത്തനും എടുത്തു. ഈ തണ്ണിമത്തനാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത, നിറയെ കുരുവായിരിക്കുമല്ലോ. അപ്പോൾ അതിങ്ങനെ മാറ്റി കഴിക്കുക എന്നുള്ളത് എനിക്ക് വണ്ടേ പാടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് കുരുവൊക്കെ മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസും ആയിട്ടുണ്ട് നോമ്പ് തുറയ്ക്കുള്ള. അങ്ങനെ നോമ്പുതുറ ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു പാർട്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സെറ്റിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഡേറ്റ്സും
അണ്ടിപ്പരിപ്പും കൂടി വെച്ചു. പിന്നെ ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ആ ഷവർമ്മ നമ്മൾ ആക്കിയതും അതും വെച്ചു. പിന്നെ ഇതാ നമ്മുടെ സ്നാക്സ് ഐറ്റംസ് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ, ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ. നല്ല രസമല്ലേ അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് വെച്ച്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അങ്ങനെ അതൊക്കെ ഇതാ സെറ്റ് ചെയ്തു. അപ്പോൾ സമൂസയും പിന്നെന്താ കാബജിയും പിന്നെ മറ്റേ സോസേജ് ഫ്രൈയും. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു സ്നാക്സ് ഐറ്റംസ് ആയിട്ട്. പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു. അപ്പം നാരങ്ങ വെള്ളവും ഇതാ ജസ്റ്റ് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചു. പിന്നെ നോർമൽ വെള്ളം കേട്ടോ. ഞാനിപ്പം ആരൊക്കെയോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് നാരങ്ങ വെള്ളം കുടിക്കരുത്, അത്രയും നേരം ഫുഡ് കഴിക്കാത്തതിൻ്റെ ആ ഒരു ഇത് വരുന്നു. അപ്പം ഇപ്പം അതിനുശേഷം ഞാൻ നമ്മുടെ നോർമൽ വെള്ളം കേട്ടോ കുടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ നോമ്പുതുറ ഐറ്റംസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തത് ഞായറാഴ്ചത്തേക്ക്. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാം സെറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ ബാങ്ക് കേൾക്കാമല്ലോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ചിങ്കാരി ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ കറങ്ങിയൊക്കെ നിൽക്കും. അപ്പോൾ അതാ ബാങ്ക് കേട്ടപ്പോഴത്തേക്കും നമ്മൾ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന ആൾ അതിന് മുമ്പേ നോമ്പ് തുറന്നു കേട്ടോ. അവൾക്ക് നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്ന ടൈമിൽ എടുത്തു കൊടുക്കും കേട്ടോ. അവൾക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ, കുഞ്ഞല്ലേ. പിന്നെ ഇതാ വെള്ളം കുടിക്കുമ്പോൾ ഉള്ള ആ ഒരു സമാധാനം, അയ്യോ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അതാ നേരെ ആദ്യം ഫ്രൂട്ട്സ് തന്നെ ആക്കാമെന്ന് വെച്ചു. ആദ്യം ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണ് സ്നാക്സ് കഴിക്കുന്നതെങ്കിൽ ഓക്കെയാണ്. അല്ലാതെ ഞാൻ നേരെ സ്നാക്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രൂട്ട്സിൻ്റെ അടുത്തോട്ട് ഞാൻ വരുത്തതേ ഇല്ല. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇതാ ഫ്രൂട്ട്സൊക്കെ കഴിക്കാമെന്ന് വെച്ചു. പിന്നെ നമ്മളിതാ ഈ ഒരു ചട്നി ആക്കിയിടണം. ചട്നിയല്ല, നമ്മുടെ എന്താ മറ്റേ പുളിമുളകില്ലേ, ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടത്. അപ്പോൾ അതായിരുന്നു കേട്ടോ സ്നാക്സിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. പിന്നെ ഇതാ ഷവർമയും നാരങ്ങ വെള്ളവും കൂടി ആയപ്പോഴത്തേക്ക് ഒരു സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ രാത്രിത്തേക്ക് നല്ല ബീഫിൻ്റെ ലിവർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വരട്ടിയെടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ കപ്പ അല്ലല്ലോ, എന്താ പറയുക, കിഴങ്ങില്ലേ, കിഴങ്ങ് ചീനി എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതും കൂട്ടി അങ്ങ് കഴിക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിത്തേക്ക് നമുക്ക് നല്ല കഞ്ഞിയും മത്തൻ കറിയായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ.